നമസ്കാരം. നാം ഇന്ന് പരിശോധിക്കുന്നത് എങ്ങനെ നമുക്ക് സ്റ്റീൽ ബാർ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അഥവാ വാർക്ക കമ്പികളുടെ വെയിറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നാം പരിശോധിക്കുന്നത്. അതിനായി നമുക്കൊരു സിമ്പിൾ ഫോർമുലയുണ്ട്. ഫോർമുല എന്ന് പറയുന്നത് ഡയ സ്ക്വയർ ഡിവൈഡ് ബൈ 162 ആണ്. അഥവാ ഡയ ഇൻറ്റു ഡയ ഡിവൈഡഡ് ബൈ 162 എന്നുള്ളത് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. ആ 162 എന്നുള്ളത് കണ്ടുപിടിക്കുന്നത് ഇരുമ്പിൻ്റെ ഡെൻസിറ്റിയും വോളിയവും വച്ചിട്ടാണ്. അത് പിന്നീട് ഒരു സെക്ഷനിൽ ചർച്ച ചെയ്യാവുന്നതാണ്. നമുക്കിന്ന് ഒരു വാർക്ക കമ്പിയുടെ ഒരു റണ്ണിങ് മീറ്ററിൻ്റെ വെയിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത്. അതിന് ഉദാഹരണത്തിന് നമുക്ക് ആദ്യം തന്നെ ഒരു 12 mm കമ്പിയുടെ 12 mm കമ്പിയുടെ വെയിറ്റ് പെർ മീറ്റർ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. അതിനായി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡയ ഇൻറ്റു ഡയ അഥവാ 12 × 12 ഡിവൈഡ് ബൈ 162 എന്നുള്ളത് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. അത് ഏത് കമ്പിയുടെ ആണെങ്കിലും 12 mm ആണെങ്കിലും 16 mm ആണെങ്കിലും 20 mm ആണെങ്കിലും ഏത് കമ്പിയുടെ ഡയ ആണെങ്കിലും ഡയ ഇൻറ്റു ഡയ ഡിവൈഡ് ബൈ 162 എന്ന് ഡിവൈഡ് ചെയ്യുകയാണ് നാം ചെയ്യേണ്ടത്. അപ്പോൾ 12 mm കമ്പിയിൽ 12 × 12 അഥവാ 144 കിട്ടും. ഡിവൈഡ് ബൈ 162 എന്നടിക്കുമ്പോൾ നമുക്ക് 0.888 കിലോഗ്രാം പെർ മീറ്റർ എന്ന ആൻസറാണ് ലഭിക്കുക. അങ്ങനെ ഓരോ കമ്പിയുടെയും ഏത് കമ്പിയാണോ നമുക്ക് വാങ്ങിക്കുന്നത് ആ കമ്പിയുടെ അളവ് 12 mm, 6 mm, 10 mm, 16 mm, 20 mm, 25 mm ഏത് കമ്പിയാണെങ്കിലും അതിൻ്റെ ഡയ 12 mm ആണെങ്കിൽ 12 × 12, 20 ആണെങ്കിൽ 20 × 20 ഡിവൈഡ് ബൈ 162 എന്നടിച്ചാൽ നമുക്ക് പെർ മീറ്റർ വെയിറ്റ് കിട്ടും. എത്ര മീറ്റർ കമ്പിയാണോ വേണ്ടത് ആ കമ്പിയുടെ വെയിറ്റ് ഇൻറ്റു മീറ്റർ, എത്ര മീറ്റർ നമുക്ക് പർച്ചേസ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ ആ നീളം കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ നമുക്ക് ടോട്ടൽ വെയിറ്റ് ലഭിക്കുന്നതാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ 12 mm കമ്പിയാണെങ്കിൽ 0.888 ആണ് ഒരു പെർ റണ്ണിങ് മീറ്റർ വെയിറ്റ്. 10 മീറ്ററാണ് നാം വാങ്ങിക്കുന്നതെങ്കിൽ 8.88 kg എന്നാണ് നമുക്ക് ലഭിക്കുക. ഇപ്പോൾ പറഞ്ഞത് 10 മീറ്റർ 12 mm റാഡ് നാം പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിലോ വെയിറ്റാണ് വരുന്നത് എന്നതാണ്. ഈ പറഞ്ഞ എല്ലാ മെഷർമെൻറ്റുകളും ISI ബ്രാൻഡും ഗവൺമെൻറ് അംഗീകൃതവുമായ ബ്രാൻഡുകളുടെ കമ്പികളുടെ കാര്യമാണ് പറഞ്ഞത്. വളരെ ലോക്കലായി നിർമ്മിക്കുന്ന കമ്പികൾക്ക് ഈ സ്റ്റാൻഡേർഡുകളിൽ ആയിരിക്കുകയില്ല വെയിറ്റ് വരുന്നത്. വെയിറ്റ് കൂടുതലായിരിക്കും. നാം കടകളിൽ പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ വില ചോദിക്കുമ്പോൾ കമ്പിയുടെ വില കുറവായിരിക്കും. പക്ഷേ ആ കമ്പിക്ക് ഒരു മീറ്റർ വെയിറ്റ് കൂടുതലായിരിക്കും. നമുക്ക് ടോട്ടൽ പർച്ചേസ് ചെയ്യുമ്പോൾ നാം വെയിറ്റ് കൂടുതൽ പർച്ചേസ് ചെയ്യേണ്ടി വരും. അത് എല്ലാവരും ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ സ്റ്റീൽ റാഡുകൾ പർച്ചേസ് ചെയ്യുമ്പോൾ ISI മാർക്കുള്ളതും അംഗീകാരവുമുള്ളതുമായ കമ്പികൾ മാത്രം പർച്ചേസ് ചെയ്യുക. ലോക്കലായിട്ടുള്ള കമ്പികൾ പർച്ചേസ് ചെയ്യാതിരിക്കുക. കാരണം അതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേക നേട്ടമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ വെയിറ്റ് കൂടുതലായിരിക്കും ആ കമ്പികൾക്ക്. നിങ്ങൾക്ക് പണം കൂടുതൽ നൽകേണ്ടിയും വരും. വില കുറവാണെങ്കിലും ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കേണ്ടി വരുമെന്ന് അർത്ഥം.